ശ്രീ ഫഖ്റുദ്ദീൻ അലി 2 മിനിറ്റ് അദ്ദേഹം പറഞ്ഞു ഇതിൽ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഒന്നും അല്ല. ഇതിന് ഭാരതത്തിന് തന്നെ ഈ മീഡിയേഷനിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. എന്നാലും പുതിയ വേൾഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ഭാരതത്തിന് അതിലൊരു നിർണായക ഒരു റോൾ വരുന്നുണ്ട്. 1, 2 ഈ ഡൊണാൾഡ് ട്രംപ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടൊരു പക്ഷേ സെലൻസ്കിയും യുക്രൈനും നിലപാട് മയപ്പെടുത്തിയതാവാം. ഡൊണാൾഡ് ട്രംപ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഭാരതത്തോടൊപ്പം നിൽക്കും എന്നൊരു വിശ്വാസവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പുതിയ ക്രമത്തിന് ഒരു ശാക്തിക ചേരിക്ക് സാധ്യത തെളിയുന്നുണ്ടോ പെട്ടെന്ന്? അല്ല, ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ അതിന് സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങൾ ഇന്ത്യ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസർട്ടീവായിട്ട് ഒരു നിലപാടെടുക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഒരു താല്പര്യമില്ല. ആദ്യകാലത്ത് മോഡി വന്ന സമയത്ത് ഇവർ വിചാരിച്ച് ഇവരുടെ ചട്ടുവായി കിട്ടുമെന്ന്. അത് കിട്ടാതെ തന്നെ ഈർഷ്യ ഇവർക്കുണ്ട്. അത് ഷെയ്ഖ് ഹസീനയൊക്കെ മറ്റേ ഒരു രാജ്യം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ അമേരിക്കയുടെ ഡിപ്ലോമാറ്റ്സ് അവരൊന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടത്. അപ്പോ മോഡിയെ സത്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന അമേരിക്ക. കാരണം മോഡി അസേർട്ട് ചെയ്യുന്നു. മുമ്പ് ആരും ഇന്ദിരാഗാന്ധിക്ക് എത്തിയ ശേഷം ഇത്ര അസേർട്ട് ചെയ്ത ഒരാളില്ല. പക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ അസേർട്ട് ചെയ്ത് പോയാൽ ഇവർ മോഡിയെ തന്നെ ടോപ്പിൾ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, ശ്രീ ഫഖ്റുദ്ദീൻ അലി, വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ട് അതല്ലെങ്കിൽ ഐസൻഡിലേക്കുമൊക്കെ മടങ്ങിപ്പോകാമായിരുന്നു. അതായത് ഇന്ന് US ഭയക്കുന്ന ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു ആകെത്തുക. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ശ്രീനിവാസൻ സാറും ഭാരതം ഒരു പുതിയ ലോകക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഒരു പുതിയ വേൾഡ് ഓർഡർ രൂപവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ പല സൂചനകൾ ഇതിനകം വന്നു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ പല നീക്കങ്ങളിലും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ വിദേശകാര്യ വിഭാഗം, അവരുടെ പ്രസിഡന്റ് നേരിട്ടല്ലെങ്കിൽ പോലും ആശങ്കകൾ പറയുന്നു, ചില ഇടപെടലുകൾ നടത്തുന്നു, ഓരോ കാര്യത്തിലും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നു. അപ്പോൾ ഒരു ശക്തിയുള്ള കരുത്തുറ്റ ഒരു ഭാരതത്തെയും ഒരു പ്രധാനമന്ത്രി മോദിയെയും US പോലും ഭയക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം സൂചന നൽകിയത് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഷെയ്ഖ് ഹസീനയും ഇത് തന്നെ പറഞ്ഞിരുന്നു.